ഡിയർ വ്യൂവേഴ്സ്, ഇന്ന് ഓഫീസ് കഴിഞ്ഞ് ഫ്രണ്ട്സ് ഒരുമിച്ച് ഒരു ലഞ്ചിന് പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഓഫീസ് ടൈം കഴിഞ്ഞ് ഞങ്ങൾ ഇടയ്ക്കിടെ ഇങ്ങനെ ലഞ്ചും ഷോപ്പിങ്ങും ഔട്ടിങ്ങും ഒക്കെ ഞങ്ങൾക്ക് പതിവുള്ളതാണ്. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഞങ്ങളുടെ നല്ല എക്സ്പീരിയൻസസ് പബ്ലിക്കായിട്ടും കൂടെ ഷെയർ ചെയ്യാമെന്നൊരു തോട്ട് ഞങ്ങൾക്ക് വരുന്നത്. ആ തീരുമാനത്തിനൊടുവിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഒരു വ്ളോഗാണ് 3 മസ്കിറ്റേഴ്സ് സ്റ്റോറീസ്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രേയേഴ്സും സപ്പോർട്ടും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണം. നിങ്ങളുടെ സജഷൻസും കറക്ഷൻസും ഞങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുന്നതനുസരിച്ച് ഞങ്ങൾക്ക് വരുന്ന വീഡിയോസിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ്സും അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ച് അതനുസരിച്ചിട്ടുള്ള വീഡിയോസും ഞങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. കഫേ യൂട്ടോപ്പിയ എന്ന ആർട്ട് കഫേയാണ് ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗിനായിട്ട് ഞങ്ങൾ ചൂസ് ചെയ്തത്. പനങ്ങാട് തന്നെ കുറച്ച് ഉൾഭാഗത്തായിട്ടാണ് ഈ കഫേ ലൊക്കേറ്റ് ചെയ്യുന്നതെങ്കിലും ഗൂഗിൾ മാപ്പിൻ്റെ ഹെൽപ്പോടെ ഞങ്ങൾ ഈസി ആയിട്ട് അവിടെ എത്തിച്ചേർന്നു. വളരെ ബ്യൂട്ടിഫുള്ളായി അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്ലേസാണിത്. ഇവിടുത്തെ പച്ചപ്പും ആ ഒരു മനോഹാരിതയും തന്നെ നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മളെ വെൽക്കം ചെയ്യുന്നതാണ്. അതിലുപരി തന്നെ ഇതൊരു റിവർ സൈഡിലായിട്ടാണിത് സ്ഥിതി ചെയ്യുന്നത്. ഓപ്പൺ ഹട്ട്സ് ആയിട്ടാണ് ഫുഡിനുള്ള ഏരിയാസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒന്ന് ഇങ്ങോട്ട് വരണമെന്ന് തോന്നുന്നില്ലേ? അത്യാവശ്യം ഫോട്ടോസിനും നല്ല സ്കോപ്പുള്ള ഒരു പ്ലേസാണിത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ആർട്ട് കഫേയാണ്. പലയിടങ്ങളിലായിട്ട് വെച്ചിട്ടുള്ള പെയിൻറ്റിങ്സും ഇവിടുത്തെ നല്ലൊരു അട്രാക്ഷനാണ്. നമുക്കിപ്പോൾ ഇവിടുത്തെ മൊത്തത്തിൽ ഇതുവരെ കണ്ട ഒരു ആംബിയൻസും അവരുടെ ഒരു അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കണ്ട് വി ആർ ടോട്ടലി ഇംപ്രസ്ഡ്. ഇവിടുത്തെ ഫുഡും ഇതുപോലെ തന്നെ ഒരു വെറൈറ്റി ആണെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പലതരം വെറൈറ്റി ഫുഡ്സും ഇവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ നമുക്ക് മെനുവിലേക്ക് പോകാം. ഞങ്ങൾ അന്ന് ആദ്യം ഓർഡർ ചെയ്തത് സ്റ്റാർട്ടറായിരുന്നു, ഹോട്ട് ആൻഡ് സ്വീറ്റ് ചിക്കൻ വിങ്സ്. അവരുടെ മെനുവിൽ മെൻഷൻ ചെയ്ത പോലെ ഒരു മസ്റ്റ് ഐറ്റം എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം ഹോട്ടും സ്വീറ്റും ആയിട്ടുള്ളൊരു ഡിഷ് തന്നെയായിരുന്നു. അന്ന് ഓർഡർ ചെയ്ത ഡിഷസിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഡിഷ് തന്നെയായിരുന്നു ഹോട്ട് ആൻഡ് സ്വീറ്റ് ചിക്കൻ വിങ്സ്. നമ്മൾ നമ്മുടെ മെയിൻ ഡിഷിലേക്ക് പോയി. ആദ്യം നമ്മൾ ഓർഡർ ചെയ്തത് കല്ലപ്പവും തടിയൻ ഷെഫ് ബീഫ് റോസ്റ്റും ആയിരുന്നു. അത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള നല്ലൊരു ടെൻഡർ ബീഫ് റോസ്റ്റ് ആയിരുന്നു. നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു രണ്ടും കൂടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണത്. നെക്സ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്ത ഡിഷ് പാൽ പൊറോട്ട വിത്ത് ബീഫായിരുന്നു. പ്രസൻറ്റേഷൻ വൈസും അവരുടെ റിവ്യൂ വൈസും വളരെ എക്സ്പെക്റ്റേഷനോടുകൂടി ഓർഡർ ചെയ്തൊരു ഡിഷായിരുന്നു. എന്നാൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആ ഒരു എക്സ്പെക്റ്റേഷൻ ലെവലിലേക്ക് അത് വന്നില്ല. ടെക്സ്ചർ കുറേ കൂടി ക്രീമി ആയിരുന്നു. ഞങ്ങൾ തേങ്ങാപ്പാലിൻ്റെ ഒരു നാടൻ ടേസ്റ്റൊക്കെ ആയിരുന്നു ആ ഡിഷിൽ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. അതിൻ്റെ അത്രയും വന്നില്ല. എന്നാൽ ഓവറോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തൊരു മെയിൻ ഡിഷ് തടിയൻസ് കമ്പംകുട്ടായിരുന്നു. അതൊരു പ്ലാറ്റർ മോഡൽ സിസ്ലർ ടൈപ്പ് ഫുഡായിരുന്നു. അതിൽ വെറൈറ്റി ചിക്കൻ, ബീഫ്, കാട, എഗ്ഗ്, പിന്നെ പൈനാപ്പിളിൻ്റെ 2-3 സ്ലൈസസ്, സ്മാഷ്ഡ് ടപ്പിയൊക്ക, ഇത്രയും ഇൻക്ലൂഡ് ചെയ്ത ഒരു ഫുൾ ഡിഷായിരുന്നു. അത് ഓക്കെ ആയിരുന്നു. ക്വാണ്ടിറ്റി നല്ലവണ്ണം ഉണ്ടായിരുന്നു. നമുക്ക് അറൗണ്ട് 2 ആൾക്കാർക്ക് നല്ലവണ്ണം കഴിക്കാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റി അതുണ്ടായിരുന്നു. ഞങ്ങൾ നെക്സ്റ്റ് ട്രൈ ചെയ്ത പാൽക്കപ്പ വിത്ത് റിബ്സ് ആയിരുന്നു. അത് നല്ലൊരു ഡിഷ്, നല്ല ക്വാണ്ടിറ്റി ഉള്ള ഡിഷായിരുന്നു. അതിൻ്റെ ടെക്സ്ചർ ഇച്ചിരി ലൂസായിരുന്നു. റിബ്സ് നല്ല ടെൻഡർ റിബ്സ് ആയിരുന്നു. ടേസ്റ്റും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണത്. അതുപോലെ തന്നെ ഞങ്ങൾ ക്ലാസിക് മൊഹിറ്റോയും ഓർഡർ ചെയ്തിരുന്നു. അതും ഞങ്ങൾ എൻജോയ് ചെയ്ത ഡ്രിങ്ക് ആയിരുന്നു. ഫൈനലി ഞങ്ങളുടെ ഡെസേർട്ടിൽ ബ്രൗണി വിത്ത് ഐസ്ക്രീമാണ് ഓർഡർ ചെയ്തത്. അതും നല്ല കോമ്പിനേഷൻ ആയിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല ഡെലീഷ്യസ് ആയിരുന്നു ബ്രൗണി. ഇത്രയായിരുന്നു അന്ന് ഞങ്ങൾ കഫേ യൂട്ടോപ്പിയയിൽ ട്രൈ ഔട്ട് ചെയ്ത ഡിഷസ്. അതെല്ലാം തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ റിവർ സൈഡ് ആംബിയൻസും പെയിൻറ്റിങ്സും എല്ലാം കണ്ടും ഫോട്ടോസും എടുത്തൊക്കെ ഞങ്ങളവിടെ ചിലവഴിച്ചു. ഇത് ഫ്രണ്ട്സ് ഗ്യാതറിങ്ങിനും അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് പോകാനൊക്കെ അനുയോജ്യമായിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ളവരൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് അറിയിക്കുക. ബൈ ടിൽ വി ആർ കമ്മിങ് വിത്ത് അവർ നെക്സ്റ്റ് വീഡിയോ.